പൂട്ടിയാ നേരെ വീട്ടിലേക്കാ. എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവൻ ഇങ്ങടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കേറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യെ, അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ആ ഇതാ വന്നല്ലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടനാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയെന്ന്. എന്തോ പാർട്ടി അത്രേ. പാർട്ടിയോ? ആ, അപ്പൊ വീശിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ടാ? അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുമെന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാറുള്ളൂ. അയാള് ചത്തു പറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല അമ്മേ. കൊല്ലം എത്രയായാലെന്താ? അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ ആ പുണ്യെ. ഒരേല നീ പേടിച്ചോടണം. നീ എങ്ങനെയാ പുണ്യ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും മേലെയൊന്നും ഇല്ല ശങ്കരേട്ടാ. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോളെ. നേരെ ഒരുപാടായില്ലേ, കിടന്നോട്ടെ. എല്ലാവരും പോവാ. വായു ഇളകി തുടങ്ങി. ഞാനും വരാം. ഞാനും വരിക. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്താ ഈ പട്ടി കിടന്ന് കുറയ്ക്കണേ? നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. എവിടെ ആയിരുന്നടാ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വിശക്കുന്നുണ്ടാവില്ലേ നിനക്ക്? കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ? എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു തന്നു. കഞ്ചാവ് 2 പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ലാൻ. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനിയും നിർത്തിയില്ലേ? വരും, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്കുക. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ? എന്താ അവിടെ? ഞാൻ ആടിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വന്നു. ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വയ്ക്കലിട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വയ്ക്കൽ കൊടുക്കുന്നത്. അല്ല, ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മാവൻ വിളിക്കുന്നുണ്ട്, വേഗം അങ്ങോട്ട് എന്നെ. നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് അല്ലേ? കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ല. ഞാനിവിടെ കിടക്കാൻ പോവാ. കൊള്ളൂല്ലോ. എന്താ ബഹളം? ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ? ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവ സമ്മതിക്കുന്നില്ല. വയ്ക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം, അത് ഞാൻ ചെയ്തോളാം. അവകാശമൊക്കെ പോട്ടെ, വക്കോല് ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. വേണ്ട ചേട്ടാ. വിടാനല്ലേ പറഞ്ഞു, വിടാൻ. ചതിച്ചല്ലോ ഈശ്വര. ഇതാണ് വക്കോല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഓയല്ലോ ഈശ്വര. എന്റെ ഭഗവതി, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മൂട്ടയമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല.
ഇന്ന് ആർക്കായിരുന്നു അസുഖം? മുത്തശ്ശിക്കോ വലിയ മാവനോ? ആർക്കും അങ്ങനെ അസുഖമൊന്നുമില്ല. പിന്നെ മുത്തശ്ശിക്ക് ചെറിയൊരു പല്ലുവേന, അത് പതിവുള്ളതാ, മാറിക്കോളും. പിന്നെന്താ ഇത്ര വൈകിയത്? എന്നും വൈകുമ്പോഴുള്ള ഒഴികഴിവ് വീട്ടിലെ അസുഖമാണല്ലോ. എന്താ വൈകിയെന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വൈകി. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. എന്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുന്നോടിയായി ഞാൻ 2 ആഴ്ചത്തെ അവധി എടുക്കാൻ പോകും. 2 ആഴ്ചത്തെ അവധിയോ? അതെ, 2 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ഔസേപ്പച്ചന് വേറെ ആളെ നിയമിക്കാം. പോട്ടെ. എന്തൊക്കെയുണ്ട് മോനേട്ടാ വിശേഷങ്ങൾ? ഇപ്പൊ എന്തിനാ 2 ആഴ്ചത്തെ അവധി? പെണ്ണേട്ടാൻ പോവാ? 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഇന്ദിരയുടെ കല്യാണത്തിന് എന്റെ വക സമ്മാനമുണ്ട്, കുറച്ച് സ്വർണം. എന്തിനാ ഗോപിയേട്ടാ വെറുതെ ആളെ കളിയാക്കണേ? ഞാൻ പറഞ്ഞതാ, കല്യാണ തീയതി അറിയിക്കാൻ മറക്കരുത്. വരട്ടെ. മഹാഭാഗ്യവാൻ, നല്ല കാലം വരുന്നുണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ 125 വയസ്സ് വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ കയ്യിൽ കാണുന്നുണ്ട്. കാരണം ഒരു കാര്യം പറയുവാനുണ്ട്. ഒന്നും പറയണ്ട. പണിക്കരേട്ടൻ ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടില് കാക്കക്കാഷ്ടത്തിന്റെ ഇടയിൽ ഇരിക്കേണ്ട ആളല്ല. തൽക്കാലം ദാ ഇത് വെച്ചോളൂ. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഞാൻ പണിക്കർക്ക് വേണ്ടി ഒരു ഗംഭീര മണിമാളിക പണി തരുന്നുണ്ട്. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു നെയിം ബോർഡും, ജ്യോത്സ്യ നിപുണൻ പാണാവള്ളി കൃഷ്ണപ്പണിക്കർ. പോട്ടെ, സമയമില്ല. ഞാൻ ചേട്ടനെ കൂടെ കൂടെ വന്ന് കണ്ടുകൊണ്ടേ ഇരുന്നോളാം. ഇവിടെ പറയുന്നൊക്കെ അച്ചട്ടായിരിക്കും കേട്ടോ മാവാ. വരട്ടെ. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് നിലവാരം എത്രയാ? അവിടെ ചോദിച്ചാൽ മതി. അവിടെ തന്നെ ചോദിച്ചാലേ പറ്റുള്ളൂ അല്ലേ? ചോദിച്ചോളാം. സാർ, എന്തു വേണം? വില നിലവാരം ചോദിക്കാൻ വേണ്ടി. എന്ത് നിലവാരം? ഇരിക്കും. സ്വർണത്തിന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഗ്രാമിന് 434 രൂപ. കൊടുക്കാനോ വാങ്ങിക്കാനോ? വാങ്ങിക്കാൻ. അല്ല, കൊടുക്കാൻ. എത്ര ഗ്രാമുണ്ട്? തൂക്കിയിട്ടില്ല സാർ. ഏകദേശം എത്ര കാണും? ഒരു 2 കിലോ കാണും. 2 കിലോയോ? കറിയാച്ചനാ? നമസ്കാരം ഇൻസ്പെക്ടർ സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, ഒരു വിവരമില്ല. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചോളാം. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? ഒന്നുമില്ല സാർ. അച്ഛന്റെ അനിയത്തിയുടെ ഭർത്താവ്, അല്ല അമ്മാവന്റെ ഭാര്യ ഖത്തറില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെക്കാൻ പറഞ്ഞു. ലീവിൽ വരുമ്പോ ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര് വന്നിട്ടാവോ? ചെന്നാട്ടെ. ചെല്ലാം സാർ. ഒരു സോഡ, ഉപ്പൊട്ടും കുറയ്ക്കണ്ട. മധുരം തീരെ കുറയ്ക്കണ്ട കുട്ടിയെ. എന്തൊരു കഷ്ട. പ്രായം കൂടിയ ആൾക്കാർക്കൊക്കെ പ്രമേഹമാണ് ജനങ്ങളുടെ ധാരണ. ചായക്കടയിൽ പോയാലും കല്യാണത്തിന് പോയാലും ചായയില് പഞ്ചസാര കാണത്തില്ല. ചേട്ടാ, ഈ ഹരിദ്വാരത്തിലെ നായന്മാരുടെ കടയില് ശങ്കരേട്ടനും അപ്പുണ്ണിയും വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കേട്ട സ്ഥിതിക്ക് എനിക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പൊ തന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാര ഗോപിയുടെ തലയിൽ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ. ചേച്ചി എന്താ ഈ പറയണേ? ഇത് അങ്ങനെയുള്ള കല്യാണമൊന്നല്ലല്ലോ. അവര് തമ്മിൽ കണ്ടു, ചിരിച്ചു, അടുത്തു, ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ കൊട്ടും കുരവിയും സദ്യയും പാട്ടൊന്നും വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. ശങ്കരേട്ടൻ എന്ത് തോന്നുന്നു? അപ്പുണ്ണിക്ക് തോന്നിയതൊക്കെ എനിക്കും തോന്നി. മനസ്സിലായില്ലല്ലോ. എന്താ ഈ പറഞ്ഞതാ? അല്ല, നിങ്ങളെ. ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. കണ്ണു കാണില്ല. കുട്ടി, തടി കുറച്ചുകൂടി ഉഷാറാക്കണം.
വിജയനെ കണ്ടില്ലേ നീ? കണ്ടില്ലേ? എന്താണ്? ആ ഗോപി എത്തിയല്ലോ. മോനെ, ഇത് വിജയന്റെ അമ്മയും അമ്മാവനുമാ. വിവാഹം ഉറപ്പിക്കാൻ വന്നതാ. ഈ വിവാഹം നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഗോപി തമാശ പറയാണോ? ഒരു ജോലിയില്ലാതെ നടക്കുന്നവന് എന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമില്ല. മോനെ, ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാടും പ്രാരാബ്ധവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ കുടുംബത്തിൽ. വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി അവളെ എങ്ങോട്ടെങ്കിലും തള്ളിവിടാൻ ഞാൻ ഒരുക്കമല്ല. നിന്നെ ഒരുപാട് പൊന്നും പണവും കൊടുത്ത് നല്ല നിലയിൽ കെട്ടിച്ചയക്കും ഞാൻ. എന്താ വിശ്വാസാവണില്ലേ? സമ്മതമാണെന്ന് അറിയിച്ചോണ്ടാണ് ഞങ്ങൾ വന്നത്. ഇങ്ങനെ അപമാനിക്കാനായിരുന്നെങ്കിൽ മാടി പോ. അയ്യോ സ്വാമിജിയാ പറയണേ, നിങ്ങൾ പോവരുത്. ഓടോ. അവര് പോയി എന്ത് ചെയ്യാ? ഗോപി, നിനക്ക് എന്ത് പറ്റിയടാ മോനെ? ഒന്നും പറ്റിയിട്ടില്ല അമ്മേ. ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. അമ്പലത്തിൽ പോകുന്നതോട് വിലക്കിരിക്കുക ഗോപിയുടെ. ഇപ്പൊ ഇവിടെ എത്താൻ തന്നെ ഞാൻ എത്ര കളവ് പറഞ്ഞെന്നറിയോ വിജയേട്ടന്? ഇന്ദുവിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഗോപിയേട്ടൻ നിൽക്കില്ല എന്ന് ഇന്ദു തന്നെയല്ലേ പറഞ്ഞത്? ഉവ്വ്, എനിക്ക് ഉറപ്പായിരുന്നു. ഗോപിയേട്ടൻ അങ്ങനെയാ, ആരുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്നിട്ടിപ്പോ അമ്മയും അമ്മാവനെയും അവമാനിച്ചു വിട്ടില്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തോ പറ്റിയിട്ടുണ്ട് ഗോപിയേട്ടന്. തുണിക്കടയിൽ പോയിട്ട് തന്നെ ദിവസം എത്രയെന്നറിയോ? നേരം വെളുക്കോളം എന്തൊക്കെയോ ഓർത്തിരിക്കുന്നത് കാണാം. തുണിക്കടയിലെ മോഹനും പറഞ്ഞു പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. ഒരിക്കലും നടക്കാനിടയില്ലാത്ത കുറെ കാര്യങ്ങൾ അത്രേ മനസ്സിൽ. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപമില്ല. ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. തറവാട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ഭ്രാന്തുണ്ടായിരുന്നു? വിജയേട്ടാ, മനസ്സിന്റെ കാര്യമല്ലേ, നിസ്സാരമായ എന്തെങ്കിലും കാരണം മതിയല്ലോ ഒന്ന് പാളാൻ. ഇന്ദു, കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. നിന്റെ വിജയേട്ടൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. ആരാ നിങ്ങള്? എന്റെ പറമ്പിക്കറി കയ്യേറ്റം നടത്താൻ ആരാ നിങ്ങൾ കളിയാറുന്നത്? ഞാൻ തന്നെയാടാ. അത് ശരി, തെമ്മാരത്തിനും കളിക്കുന്നു. എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ അടക്കാൻ പറ്റൂ? എന്റെ പണം ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അളന്ന് തിരിച്ചിട്ട് ഇനി ഞാൻ പോകൂ. ഇതും കൂടി വെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കുടുംബത്ത് കൊണ്ടുവന്നായിരിക്കും. അത് നടപ്പില്ല. നിങ്ങൾക്ക് തരാനുള്ള കാശിന്റെ ഇരട്ടി ഞാൻ തരാം ഒരാഴ്ചക്കകം. കാലം എത്ര ഇത് കേട്ടു തുടങ്ങിയിട്ട്? ബുധനാഴ്ചത്തെ അവധി കഴിഞ്ഞ് ഒരു മാസമായി. ഇനിയും തരുവത്ര. ചേട്ടാ, എന്താ ഇത്? ധനം വിദ്വാന് ഭൂഷണമല്ല ചേട്ടാ. താൻ തന്നെ കാര്യം നോക്കണു. ഓ എന്റെ പോയിനേട്ടാ, അമ്മാവന്മാരും മരുമക്കളും തമ്മിൽ ഇങ്ങനെ കടിച്ചു കയറുന്നത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ഏട്ടൻ വരൂ. അല്ല പിന്നെ നീ എന്തിനാ ഈ സർപ്പക്കാവിൽ വന്ന് കിടക്കണേ? അവരെല്ലാം ഇവിടുന്ന് പോകാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. അവരൊക്കെ പോയില്ലോ. വാ മോൻ വാ. എനിക്ക് എന്നെ തട്ടിയിടല്ലേ. ഏട്ടൻ ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ? അവസ്ഥയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാ, അതെനിക്ക് കിട്ടണം. തരാനുള്ള കാശിന് 25 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ അളന്നെടുത്തിരിക്കും. അവന്റെ കൂടുതലൊന്നും പറയണ്ട. ഈ സ്ഥലം സൂത്രത്തിൽ ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അന്ന് വലിയ കാര്യത്തിൽ രൂപ എന്ന് സഹായിച്ചെന്ന് ഇപ്പഴാ മനസ്സിലായത്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ കള്ളക്കേസിൽ സ്വന്തമാക്കിയത് പോരല്ലേ? എന്ത് പറയാ? ഗോപി, എന്താ ഈ കാട്ടുന്നത്? ചേട്ടാ, എന്റെ നിയന്ത്രണം വിട്ടു തുടങ്ങിട്ടോ. കാര്യം പറയുമ്പോ മുന്തി വിട്. ഇത് എവിടുത്തെ മര്യാദയാ? ഞാൻ പോവാ. തന്നെ കഴിഞ്ഞ് ശരിയാക്കിയാലോ? പോകുന്നോ പോട്ടെ, രണ്ടിലൊന്നും എനിക്ക് ഇപ്പൊ അറിയണം. അമ്മാവൻ ഇത്തവണ കൂടി ക്ഷമിക്ക്. ബാങ്ക് ലോൺ ശരിയായാലും ഉടൻ കാശ് തിരിച്ചു തന്നേക്കാം. ഇനി വരുന്നത് ഞാൻ പോലീസിനെ കുട്ടിയായിരിക്കും. ആ
കുറച്ചു ദിവസം കൂടെ നിനക്കിവിടെ നിന്നൂടെയാ പുണ്യേ? മടുത്തു, മതിയായി. അമ്മ കണ്ടതല്ലേ നടുമുറ്റത്തൊരു കുരുക്ഷേത്ര യുദ്ധം. ഇതൊന്നും വയ്യാഞ്ഞിട്ടാ ഞാൻ സന്യസിക്കാൻ പോയത്. വല്ലപ്പോഴേക്ക് തിരിച്ചു വരുമ്പോ അടിയും പിടിയും ഉണ്ടും തള്ളും. മതിയായി. എല്ലാവരോടും പറഞ്ഞേക്ക് അപൂർണാനന്ദ സ്വാമികൾ യാത്രയാവുകയാണ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിക്കാൻ നീ അമ്മയ്ക്കും കൈക്കൂലി കൊടുക്കണോ? കേരളത്തിലല്ലേ ജീവിക്കണേ. ഞാൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ കാര്യത്തിൽ ഞാൻ ഗോപിയേട്ടനെ കുറ്റപ്പെടുത്തു. എന്റെ അച്ഛനാണെന്ന കാര്യം പോട്ടെ, ഗോപിയേട്ടന്റെ അമ്മാവനാണെന്നെങ്കിലും ഓർക്കായിരുന്നില്ലേ? മായ, ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഗോപിയേട്ടന്റെ സ്വഭാവത്തിലൊന്ന് മാറ്റം കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഗോപിയേട്ടൻ. അയ്യോ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യമായിട്ടും ഇല്ല. പിന്നെ അച്ഛൻ അടുത്ത ആഴ്ച എന്റെ രൂപ കൊടുക്കാന്ന് എങ്ങനെ പറഞ്ഞത്? ഇന്ദുവിന് 100 പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കാമെന്ന് എന്തിനാ വാക്കു കൊടുത്തേ? ഗോപിയേട്ടൻ എന്താ കള്ളക്കടത്തുണ്ടോ? കള്ളക്കടത്തോ? തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറയരുത്, വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. സ്വർണ്ണരഥം, ദേഹം മുഴുവൻ സ്വർണം കൊണ്ടുള്ള ബഹളം, എന്തൊക്കെയാ പറഞ്ഞത്? അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ ഒരു സ്വപ്നം പറഞ്ഞാണ് മായേ. ഇടത്തരക്കാരന്റെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളല്ലേ. അതൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തില നിന്റെ ഗോപിയേട്ടൻ. അയ്യോ, എന്റെ പോക്കറ്റ് അടിച്ചേ. വണ്ടി നിർത്ത്.